നമസ്കാരം. വാർത്താമഴയിലേക്ക് സ്വാഗതം. നവകേരള സദസ്സിനെതിരെ പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം ഇന്നും തുടർന്നു. കൊല്ലം ചിന്നക്കടയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെ കുരുമുളക് സ്പ്രേ പ്രയോഗിച്ചു. കടപ്പാക്കടയിൽ യുവമോർച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഏറ്റുമുട്ടി. പ്രതിഷേധിക്കുന്നവർ കാരണം കൂടി വ്യക്തമാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. നവകേരള സദസ്സ് അവസാന ഘട്ടത്തിലേക്ക് കടന്നതോടെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷ സംഘടനകൾ. ചിന്നക്കടയിലെ കരിങ്കൊടി പ്രതിഷേധത്തെ നേരിടാനെത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കുരുമുളക് സ്പ്രേ പ്രയോഗിച്ചു. കടപ്പാക്കടയിൽ യുവമോർച്ച കരിങ്കൊടി പ്രതിഷേധം തുടരുന്നതിനിടെ സംഘർഷമുണ്ടായി. രാവിലെ കരുനാഗപ്പള്ളിയിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ചവറ ശക്തികുളങ്ങരയിൽ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാട്ടി. ചവറയിൽ കറുത്ത വസ്ത്രമണിഞ്ഞെത്തിയാണ് മഹിളാ കോൺഗ്രസുകാർ പ്രതിഷേധിച്ചത്. കടപ്പാക്കടയിൽ മഹിളാ മോർച്ചയും കൊല്ലത്ത് കോൺഗ്രസ് കമ്മിറ്റിയും കരിങ്കൊടി കാട്ടി. അവരെയാണ് അടിച്ചത്. ഇത്രയും തമ്പുരാൻ ഇവരുടെയൊക്കെ വേർപ്പിന്റെ നാറ്റം ഇവിടുത്തെ പിണറായിയുടെ പോലീസിന് സഹിക്കാൻ വയ്യെങ്കിൽ ഇവിടുത്തെ ഡിവൈഎഫ്ഐ ഗുണ്ടകളെ കൊണ്ടാണ് തല്ലി തകർത്തത്. നവകേരള സദസ്സ് കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെയാണെന്നും എന്തിനാണ് പ്രതിഷേധിക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കണമെന്നും മുഖ്യമന്ത്രി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായ മർദ്ദനത്തിൽ കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിച്ച് കെ മുരളീധരൻ എം പി രംഗത്ത് വന്നു. പ്രസ്താവനയ്ക്കുള്ള മൂർച്ച പ്രവൃത്തിയിൽ കാണുന്നില്ല എന്നൊരു ആക്ഷേപം മൊത്തത്തിൽ വന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും കൂടെ ആലോചിച്ച് തീരുമാനിക്കുക, അത്രേ ഞാൻ പറയുന്നുള്ളൂ. അതായത് ജീവൻ രക്ഷാ പ്രവർത്തനം കുറച്ചുകൂടെ ഊർജിതമായി നടത്തണം എന്നാണ് പൊതുവായിട്ടുള്ള ഒരു വികാരം. പ്രതിഷേധം മുന്നിൽ കണ്ട് പലയിടത്തും യൂത്ത് കോൺഗ്രസ് KSU BJP പ്രവർത്തകരെ പോലീസ് കരുതൽ തടങ്കലിലാക്കിയിരുന്നു. നാളെയും പ്രതിഷേധം ശക്തമാകാനാണ് സാധ്യത. 24 കൊല്ലം. എന്തിനാണ് നവകേരള സദസ് എന്ന പ്രതിപക്ഷ ചോദ്യത്തിന് കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ ജനങ്ങളെ അണിനിരത്താനാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി. പ്രതിപക്ഷ വിമർശനങ്ങൾക്കും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഇടപെടലുകൾക്കും അതിനിശ്ചിതമായി മറുപടി പറയുകയാണ് യാത്ര അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ മന്ത്രിമാരും. യാത്ര നാളെ തിരുവനന്തപുരം ജില്ലയിലേക്ക് കടക്കും. പൊതുയോഗങ്ങളിൽ ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുകയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും. കേന്ദ്ര സർക്കാർ എല്ലാവിധത്തിലും ശ്വാസം മുട്ടിക്കുകയാണെന്ന് മുഖ്യമന്ത്രി. വായ്പ എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ അവകാശമാണ്. നമ്മുടെ രാജ്യത്ത് എഴുതപ്പെട്ട ഭരണഘടനയുണ്ടല്ലോ, ആ ഭരണഘടന അനുസരിച്ച് സംസ്ഥാനത്തിനുള്ള അവകാശമാണ്. ആ അവകാശം സംസ്ഥാനത്തിനുള്ളത് കൊണ്ടാണ് കടമെടുപ്പ് സംബന്ധിച്ച് സംസ്ഥാന നിയമസഭ ഒരു നിയമം തന്നെ പാസാക്കിയത്. പക്ഷേ ഭരണഘടനാ വിരുദ്ധമായി കേന്ദ്രം ആ അവകാശം അങ്ങ് അപഹരിക്കുകയാണ്. എന്നിട്ട് സംസ്ഥാനത്തിന്റെ പരിധി കേന്ദ്രം നിശ്ചയിക്കുകയാണ്. അങ്ങനെ പരിധി നിശ്ചയിക്കുമ്പോൾ അത് കുറഞ്ഞു വരികയാണ്. ആ കുറഞ്ഞ തുകയും എടുക്കാൻ അനുവദിക്കില്ല. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാക്കുന്ന K-സ്മാർട്ട് പദ്ധതിക്ക് പുതുവത്സര ദിനത്തിൽ തുടക്കമാകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും കൂടും. രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഇത്തരം സംവിധാനം ഒരുങ്ങുന്നതെന്നും മുഖ്യമന്ത്രി അവകാശപ്പെട്ടു. കരുനാഗപ്പള്ളി, ചവറ, കുണ്ടറ, കൊല്ലം എന്നിവിടങ്ങളിലാണ് ഇന്ന് നവകേരള സദസ്സ് നടന്നത്. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഫേസ്ബുക്കിൽ വെല്ലുവിളിച്ച സാഹചര്യത്തിൽ ചടയമംഗലത്ത് നാളെ യാത്രയെത്തുമ്പോൾ യൂത്ത് കോൺഗ്രസ് കരിദിനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 കൊല്ലം. നവകേരള സദസ്സിന് ജില്ലാ കളക്ടർമാർ സ്പോൺസർഷിപ്പിലൂടെ പണം പിരിക്കുന്നതിനെതിരെയുള്ള ഹർജിക്കാരന്റെ വാദങ്ങൾ പലതും അനുമാനം മാത്രമാണെന്ന് ഹൈക്കോടതി. അത്തരം കാര്യങ്ങൾ വിളിച്ചു പറയാൻ കോടതിയെ ഉപയോഗിക്കരുതെന്ന് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു. ഹർജി ക്രിസ്മസ് അവധിക്ക് ശേഷം വാദം കേൾക്കാൻ ഹൈക്കോടതി മാറ്റി. സ്പോൺസർഷിപ്പ് എന്തിനൊക്കെയാവാമെന്ന് കൃത്യമായി ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ടെന്ന് അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതി അറിയിച്ചു. സ്പോൺസർമാർ സന്നദ്ധരായി വന്നാൽ കളക്ടർമാർ നേരിട്ട് പണം പിരിക്കേണ്ടതില്ലെന്നും മലയാളത്തിലുള്ള ഉത്തരവിൽ ഇക്കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ടെന്നും സർക്കാർ അഭിഭാഷകൻ അറിയിച്ചു. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് നവകേരള സദസ്സ് നടത്തുന്നതെന്നും ഒന്നും സുതാര്യമല്ല എന്നുമായിരുന്നു ഹർജിക്കാരന്റെ വാദം.
5 മാസമായി പെൻഷൻ ലഭിക്കുന്നില്ലെന്നാരോപിച്ച് അടിമാലി സ്വദേശിനി മറിയക്കുട്ടി സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന്റെയും അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെയും വിശദീകരണം തേടി. വിധവ പെൻഷൻ മുടങ്ങിയത് ചോദ്യം ചെയ്താണ് ഹർജി സമർപ്പിച്ചത്. പുതുവത്സരത്തിന് മുൻപ് പെൻഷൻ കുടിശ്ശിക ലഭിക്കാൻ കോടതിയുടെ ഇടപെടൽ വേണമെന്നാണ് ഹർജിയിൽ ആവശ്യം. ഹർജി മറ്റന്നാൾ വീണ്ടും പരിഗണിക്കും. കേന്ദ്രവിഹിതം ലഭിച്ചില്ലെങ്കിൽ സംസ്ഥാനത്തിന് പണം നൽകാൻ കേന്ദ്രത്തോട് നിർദ്ദേശിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. ഏറ്റുമുട്ടൽ അടുത്ത ഘട്ടത്തിലേക്ക്. ഗവർണർക്കെതിരെ രാഷ്ട്രപതിയെയും കേന്ദ്രത്തെയും സമീപിക്കാൻ ഒരുങ്ങി സംസ്ഥാന സർക്കാർ. പ്രോട്ടോകോൾ പാലിക്കാതെ ഗവർണർ സമാധാന അന്തരീക്ഷം തകർക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ നീക്കം. സെമിനാറിൽ നിന്ന് വിട്ടുനിന്ന കാലിക്കറ്റ് സർവകലാശാല VC ഡോക്ടർ MK ജയരാജിനോട് വിശദീകരണം തേടാൻ രാജ്ഭവൻ തീരുമാനിച്ചു. ദന്തൽ കോളേജിലെത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് നേരെ SFI ഇന്നും കരിങ്കൊടി കാണിച്ചു. പ്രോട്ടോകോൾ പാലിക്കാതെ ഗവർണർ സമാധാനാന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് സംസ്ഥാന സർക്കാർ നിലപാട്. ഇത് ചൂണ്ടിക്കാട്ടി രാഷ്ട്രപതിക്കും കേന്ദ്രത്തിനും കത്തു നൽകും. സർക്കാരിനെ ഗവർണർ പ്രതിസന്ധിയിലാക്കുന്നു. ചില കാര്യങ്ങൾ മനസ്സിൽ വെച്ചാണ് ഗവർണർ മിഠായി തെരുവിൽ ഇറങ്ങി നടന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നമ്മുടെ രാജ്യത്ത് ഇതുപോലുള്ള ആളുകൾക്ക് ഈ ഒരു നോട്ടീസും ഇല്ലാതെ പെട്ടെന്ന് ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന എത്ര സ്ഥലങ്ങൾ വേറെയുണ്ട്, എത്ര സംസ്ഥാനമുണ്ട്. അതാണ് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത. കേരളത്തിൽ ഇറങ്ങി ചെല്ലുന്നതിനോ നടക്കുന്നതിനോ സാധാരണഗതിയിൽ ഒരു പ്രയാസമില്ല. ഗവർണർ ഉദ്ഘാടകനായ സെമിനാറിൽ നിന്ന് വിട്ടുനിന്ന കാലിക്കറ്റ് സർവകലാശാല VC ഡോക്ടർ MK ജയരാജിനോട് വിശദീകരണം തേടാൻ രാജ്ഭവൻ തീരുമാനിച്ചു. എന്നാൽ VC സ്ഥലത്തില്ലാതിരുന്നതുകൊണ്ടാണ് ചുമതലപ്പെടുത്താത്തതെന്ന് കാലിക്കറ്റ് VC ഡോക്ടർ MK ജയരാജ്. അല്ല, പ്രോവിസി കൂടി ഉണ്ടായിരുന്നില്ലല്ലോ, പെട്ടെന്നുണ്ടായ അസുഖല്ലേ. അന്ന് ഗവർണർ താങ്കളെ വിളിച്ചു വരുത്തി വലിയ തോതിൽ അല്ല, അതിപ്പോ ഞാനൊന്നും പറയില്ല, ഞാൻ പിന്നെ പറയാം, ഇപ്പൊ ഒന്നും പറയുന്നില്ല. തിരുവനന്തപുരം ദന്തൽ കോളേജിൽ ചികിത്സയ്ക്കെത്തിയ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ SFI പ്രതിഷേധം തുടർന്നു. രാജ്ഭവനിലേക്ക് മടങ്ങുന്ന വഴി പട്ടത്ത് വെച്ച് ഗവർണറെ കരിങ്കൊടി കാണിച്ചു. ഗവർണർക്കെതിരായുള്ള ബാനർ നീക്കാൻ കേരള സർവകലാശാല VC രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി. 24 തിരുവനന്തപുരം. സെനറ്റ് നാമനിർദ്ദേശത്തിൽ ഗവർണറെ അനുകൂലിച്ച് KPCC അധ്യക്ഷൻ K സുധാകരൻ. RSS അനുകൂലികളെ സെനറ്റുകളിൽ ഉൾപ്പെടുത്തുന്നതിൽ എന്താണ് കുഴപ്പമെന്നായിരുന്നു KPCC അധ്യക്ഷന്റെ ചോദ്യം. എന്നാൽ പ്രസ്താവന വിവാദമായതോടെ വിശദീകരണവുമായി അദ്ദേഹം രംഗത്തെത്തി. നരേന്ദ്രമോദിക്കെതിരെ മുദ്രാവാക്യം മുഴക്കിയതിന് ലോക്സഭയിൽ നിന്ന് സസ്പെൻഷൻ നേരിട്ട ആളാണ് താനെന്നായിരുന്നു വിമർശകരോട് സുധാകരൻ പറഞ്ഞത്. സംസ്ഥാന ഭരണം കേന്ദ്രത്തിന് ഏറ്റെടുക്കാനുള്ള വകുപ്പ് ഓർമ്മിപ്പിച്ച് BJP നേതാവ് PK കൃഷ്ണദാസും രംഗത്തെത്തി. സർവകലാശാല സെനറ്റുകളിലെ നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണർക്കെതിരെ ഭരണപക്ഷം തെരുവ് യുദ്ധം നടത്തുമ്പോൾ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടിയിൽ തെറ്റില്ലെന്നാണ് KPCC അധ്യക്ഷന്റെ പക്ഷം. നിയമിക്കപ്പെട്ടവരുടെ രാഷ്ട്രീയ പശ്ചാത്തലമല്ല, മറിച്ച് യോഗ്യതയാണ് കോൺഗ്രസ് പരിഗണിക്കുന്നതെന്ന് K സുധാകരൻ. ഒരു അക്കാഡമിഷ്യന്റെ ക്വാളിഫിക്കേഷൻ മാനിച്ചുകൊണ്ട് ഒരു ഗവർണർ ചെയ്യുന്ന കാര്യത്തെ ഞങ്ങൾ എന്തിനു വിമർശിക്കണം? ഈ വന്നിരിക്കുന്നവർ ആ പോസ്റ്റിൽ ഇരിക്കാൻ യോഗ്യരാണോ എന്നതാണ് ഞങ്ങൾ പരിശോധിക്കുന്നത്. ഞങ്ങളൊരു ടീമിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, അവരെ എല്ലാ പിൻകാലത്തെ കഥയും പരിശോധിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അതേസമയം സർക്കാർ ഗവർണർ പോരിൽ പക്ഷം പിടിക്കാതെയാണ് K മുരളീധരനും PK കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചത്. സർക്കാർ എന്തിനാ ഇയാളുടെ പിന്നാലെ പോകേണ്ട ആവശ്യം എന്താ? അയാളുടെ വഴിക്ക് പോട്ടെ. ഗവർണർ ചെയ്തതിനോട് 1% പോലും ഞങ്ങൾ യോജിക്കുന്നില്ല. അത്രയല്ലേ, എവിടെയെങ്കിലും ബാനർ തൂക്കിയാൽ എന്താ കുഴപ്പം? എന്താ ഗവർണറാണ് എന്നുണ്ടെങ്കിൽ പദവിക്ക് നിൽക്കാത്ത രീതിയിൽ സീറ്റിലിറങ്ങുന്നു, ഷോ കാണിക്കുന്നു, ബഹളം വെക്കുന്നു. ഇതിനൊക്കെ ഞാനതാ പറഞ്ഞത്, അല്പം സീരിയസ് ആയിട്ട് സംവിധാനങ്ങളെ കൊണ്ടുപോകുന്ന ആരെങ്കിലും വേണം. ഇവരുടെ ഈ കളിയൊക്കെ കൂടി ശരിയല്ല. ഗവർണറെ വളഞ്ഞിട്ടാക്രമിക്കുന്ന ഭരണപക്ഷത്തിന് മുന്നറിയിപ്പ് നൽകും വിധമായിരുന്നു BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസിന്റെ പ്രതികരണം. 356 വകുപ്പ് ഭരണഘടനയിൽ ഉണ്ട് എന്ന് പിണറായി വിജയൻ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അല്ല, അങ്ങനെ ഉണ്ട്. ഞങ്ങൾ 356 വകുപ്പ് ഉപയോഗിച്ച് ഏതെങ്കിലും ഗവൺമെന്റിനെ പിരിച്ചുവിടണം എന്നൊന്നും ആവശ്യപ്പെടുന്നില്ല. 24 തിരുവനന്തപുരം. ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക്. മല്ലികാർജുൻ ഖാർഗെയ്ക്ക് വേണ്ടി മമതയും കെജ്രിവാളും. മല്ലികാർജുൻ ഖാർഗെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകണമെന്ന ഇന്ത്യ മുന്നണി യോഗത്തിൽ നിർദ്ദേശം. മമതാ ബാനർജിയും അരവിന്ദ് കെജ്രിവാളുമാണ് മല്ലികാർജുൻ ഖാർഗെയുടെ പേര് നിർദ്ദേശിച്ചത്. തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടിയതിന് ശേഷം തീരുമാനിക്കാമെന്നായിരുന്നു ഖാർഗെയുടെ മറുപടി. സംസ്ഥാന അടിസ്ഥാനത്തിൽ സീറ്റ് വിഭജന ചർച്ചകൾ ഉടൻ ആരംഭിക്കാനും യോഗത്തിൽ ധാരണയായി.
പ്രധാനമന്ത്രി മുഖം ഉയർത്തിക്കാട്ടി പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് ഇന്ത്യ സഖ്യയോഗത്തിൽ തൃണമൂൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും മുന്നോട്ടുവച്ച നിർദ്ദേശം. രാഹുൽ ഗാന്ധിയെ ഒഴിവാക്കി മല്ലികാർജ്ജുൻ ഖർഗെയുടെ പേരാണ് ഇരു നേതാക്കളും നിർദ്ദേശിച്ചത്. ഭൂരിപക്ഷം കിട്ടുകയാണ് പ്രധാനമെന്നും പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനിക്കാമെന്ന നിലപാടാണ് ഖാർഗെ സ്വീകരിച്ചത്. जीतने की कोशिश करेंगे और एक होकर जीतेंगे. एक बोल रहा हूं, पहले हम जीतेंगे, उसके बाद में हमारे एमपीज आकर क्या कर सकते हैं डेमोक्रेटिक प्रोसेस में वो हो जाएगा. സീറ്റ് വിഭജന ചർച്ചകൾ ജനുവരിക്കുള്ളിൽ പൂർത്തിയാക്കണമെന്ന് യോഗത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടു. ഞങ്ങൾ പറഞ്ഞത് സീറ്റ് ഷെയറിംഗിന്റെ കാര്യത്തിൽ തീരുമാനം എത്രയും പെട്ടെന്ന് എടുക്കും. സീറ്റ് ഷെയറിംഗ് ഡിസ്കഷൻ ഹാസ് ടു ബി സ്റ്റാർട്ടഡ് വിതൗട്ട് എനി ഡിലേ. That procedure will start immediately. പാർലമെന്റിൽ പ്രതിപക്ഷ എംപിമാർക്കെതിരായ കൂട്ടുനടപടിയിൽ ഇന്ത്യ സഖ്യം അപലപിച്ചു. ഈ മാസം 22-ന് രാജ്യവ്യാപക പ്രക്ഷോഭം സംഘടിപ്പിക്കും. അന്ന് ദേശീയ തലസ്ഥാനത്തും സംസ്ഥാന തലസ്ഥാനങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങൾ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കൂട്ടായി നടത്താനുള്ള തീരുമാനമാണ് ഡിസംബർ മാസം 22-ാം തീയതി ദേശീയ ജനാധിപത്യ സംരക്ഷണ ദിനമായി ആചരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. It's not just suspension of MPs, it is suspension of not like that. It is an onslaught on our democracy, onslaught on our parliamentary system. ജനാധിപത്യത്തെ അടിച്ചമർത്താനുള്ള നീക്കങ്ങളെ ഒന്നടങ്കം ചെറുക്കാനാണ് യോഗത്തിലെ തീരുമാനം. ദേശീയ തലത്തിൽ സഖ്യരൂപീകരണ ചർച്ചകൾക്കായി കോൺഗ്രസ് മുകുൾ വാസ്നിക് അധ്യക്ഷനായ 5-അംഗ സമിതിയെ നിയോഗിച്ചു. ഇന്ത്യ സഖ്യം സീറ്റ് വിഭജന ചർച്ചകളിൽ കടക്കുമ്പോൾ പ്രാദേശിക കക്ഷികൾക്ക് സ്വാധീനമുള്ള മേഖലകളിൽ കോൺഗ്രസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജൻ, 24. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. പുറത്താക്കി പ്രതിരോധം. തുടർച്ചയായ 2-ാം ദിവസവും പാർലമെന്റിൽ കൂട്ട സസ്പെൻഷൻ. ഇന്നലെ 78 അംഗങ്ങളെ ഇരുസഭകളിലുമായി പുറത്താക്കിയെങ്കിൽ ഇന്ന് 50 പേർക്കാണ് സസ്പെൻഷൻ നേരിട്ടത്. ഇന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടവരിൽ KPCC അധ്യക്ഷൻ കെ സുധാകരൻ, ഡോക്ടർ ശശി തരൂർ, അബ്ദുൽ സമദ് സമദാനി, അടൂർ പ്രകാശ് എന്നിവരും ഉൾപ്പെടും. പുറത്തെ പ്രതിഷേധത്തിനിടെ തന്നെ അനുകരിച്ച വീഡിയോ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ച രാഹുൽ ഗാന്ധിയെ ചെയർമാൻ ജഗദീപ് ധൻകർ ശക്തമായ ഭാഷയിൽ വിമർശിച്ചു. സഭ തുടങ്ങും വരെ പുറത്തു പ്രതിഷേധം, പിന്നെ ഇരുസഭകളിലും പ്ലക്കാർഡുകൾ ഉയർത്തിയായിരുന്നു മുദ്രാവാക്യം വിളികൾ. ലോക്സഭയും രാജ്യസഭയും പലതവണ നിർത്തിവെച്ചു. 12:30-ക്ക് വീണ്ടും ചേർന്ന ലോക്സഭ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച 50 അംഗങ്ങളെയും ഈ സമ്മേളന കാലത്തേക്ക് സസ്പെൻഡ് ചെയ്യാനുള്ള പ്രമേയം പാസാക്കി. माननीय सदस्यगण, ये बड़ा अप्रिय प्रसंग है कि अनेक बार आपसे अनुरोध किए जाने के पश्चात भी आप निरंतर नियमों की अवहेलना कर रहे हैं, चेयर की अवहेलना कर रहे हैं. ये वास्तव में कोई ऐसी किसी को भी प्रसन्न करने वाली बात नहीं है. സഭയ്ക്ക് പുറത്തെ പ്രതിഷേധത്തിനിടെ രാജ്യസഭാ ചെയർമാനെ തൃണമൂൽ കോൺഗ്രസ് അംഗം കല്യാൺ അനുകരിച്ചത് BJP സഭയിൽ വിഷയമാക്കി. സംഭവം വീഡിയോയിൽ പകർത്തി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച രാഹുൽ ഗാന്ധി എല്ലാ ജനാധിപത്യ മര്യാദകളും ലംഘിച്ചതായി രാജ്യസഭാ അധ്യക്ഷനായ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. Mr. Chidambaram, you are a very senior member. Imagine what must be going through my heart when your senior leader videographs a member parliament mocking the institution of chairman. As an individual, take on me. തമിഴ്നാട്ടിലെ മഴക്കെടുതികൾ ഗുരുതരമായത് DMK സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ടാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ വിമർശിച്ചു. CGST ഭേദഗതി അടക്കമുള്ള ബില്ലുകൾ ദീർഘമായ ചർച്ചയില്ലാതെ ലോക്സഭ പാസാക്കി. 24 ഡൽഹി. പ്രളയക്കെടുതിയിൽ തമിഴ്നാട്. തമിഴ്നാടിന്റെ തെക്കൻ ജില്ലകളിൽ മഴ കുറഞ്ഞെങ്കിലും പ്രളയത്തിന് ശമനമില്ല. തിരുനെൽവേലി, തൂത്തുക്കുടി എന്നിവിടങ്ങളിൽ വെള്ളപ്പൊക്കം തുടരുകയാണ്. ശ്രീവൈകുണ്ഠത്ത് കുടുങ്ങിയ ട്രെയിനിലെ യാത്രക്കാരിൽ പകുതിയിലധികം പേരെയും പുറത്തെത്തിച്ചു. പ്രളയക്കെടുതി കേന്ദ്രത്തെ ബോധ്യപ്പെടുത്താൻ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഡൽഹിയിലെത്തി.
വ്യാഴാഴ്ച പെയ്ത കനത്ത മഴയിലാണ് തിരുച്ചെന്തൂരിൽ നിന്ന് ചെന്നൈ എഗ്മോറിലേക്ക് പുറപ്പെട്ട ട്രെയിൻ വെള്ളത്തിലകപ്പെട്ടത്. കഴിഞ്ഞ 40 മണിക്കൂറിലധികമായി യാത്രക്കാർ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. NDRF സേനാംഗങ്ങൾ ഇന്ന് ഉച്ചയോടെ ട്രെയിനിനടുത്തെത്തി. 3 കിലോമീറ്ററോളം വെള്ളത്തിലൂടെ നടത്തിച്ചാണ് യാത്രക്കാരെ റോഡിലെത്തിച്ചത്. ഇന്ന് രാത്രിയിലോ നാളെയോ ആയി പ്രത്യേക ട്രെയിനിൽ യാത്രക്കാർ ചെന്നൈയിലേക്ക് തിരിക്കും. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ ഭാഗത്തുനിന്ന് രൂക്ഷമായ വിമർശനമാണ് തമിഴ്നാട് സർക്കാരിന് നേരിടേണ്ടി വന്നത്. പ്രളയം കൈകാര്യം ചെയ്തതിൽ സർക്കാർ പൂർണ്ണ പരാജയമാണെന്ന് പീയൂഷ് ഗോയൽ ലോക്സഭയിൽ പറഞ്ഞു. വലിയ ദുരിതമാണ് തിരുനെൽവേലി, തൂത്തുക്കുടി, കന്യാകുമാരി, തെങ്കാശി ജില്ലകളിലുള്ളവർ അനുഭവിക്കുന്നത്. ഇന്നലെ മുതൽ വ്യോമസേന ഹെലികോപ്റ്ററും രക്ഷാപ്രവർത്തനത്തിനെത്തിയിട്ടുണ്ട്. 24 ചെന്നൈ. ഗ്യാൻവാബി കേസിൽ ക്ഷേത്രവിശ്വാസികളുടെ ഹർജി നിലനിൽക്കുമെന്ന് അലഹബാദ് ഹൈക്കോടതി. പള്ളി നിലനിൽക്കുന്ന സ്ഥലത്ത് ക്ഷേത്രം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് കോടതിയുടെ സുപ്രധാന വിധി. ഇതിനെതിരെ പള്ളി കമ്മിറ്റി നൽകിയ ഹർജികൾ കോടതി തള്ളി. മസ്ജിദ് പരിസരത്ത് ക്ഷേത്രം നിർമ്മിക്കണമെന്ന ആവശ്യത്തെ ചോദ്യം ചെയ്താണ് ഗ്യാൻവാബി മസ്ജിദ് മാനേജ്മെന്റ് കമ്മിറ്റി ഹൈക്കോടതിയെ സമീപിച്ചത്. 1991 ഹിന്ദു വിഭാഗം നൽകിയ ഹർജി ആരാധനാ നിയമപ്രകാരം നിലനിൽക്കില്ല എന്നായിരുന്നു വാദം. ഈ വാദം കോടതി അംഗീകരിച്ചില്ല. 6 മാസത്തിനുള്ളിൽ ഹർജി വാരാണസി കോടതി തീർപ്പാക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു. രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിലേക്ക് LK അദ്വാനിയെ ഔദ്യോഗികമായി ക്ഷണിച്ച് സംഘാടകർ. ജനുവരി 22 നടക്കുന്ന ചടങ്ങുകളിലേക്ക് മുരളി മനോഹർ ജോഷിയെയും ഔദ്യോഗികമായി ക്ഷണിച്ചെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് അറിയിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ അദ്വാനി പങ്കെടുക്കില്ല എന്ന വാർത്തകൾ പ്രചരിച്ചതിന് പിന്നാലെയാണ് സംഘാടകരുടെ ഈ പ്രഖ്യാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളും ചടങ്ങിൽ പങ്കെടുക്കും. കേരളത്തിൽ നിന്ന് മാതാ അമൃതാനന്ദമയി, ചലച്ചിത്ര താരം മോഹൻലാൽ, സുരേഷ് ഗോപി എന്നിവരെയും ക്ഷണിച്ചതായാണ് വിവരം. മറ്റു വാർത്തകളിലേക്ക്. വ്യാജനെ പിടിക്കാൻ ക്രൈംബ്രാഞ്ച്. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ച കേസിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടാൻ ശുപാർശ. സംസ്ഥാന വ്യാപകമായി വ്യാജ തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ചതായി കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നിലവിലെ അന്വേഷണ സംഘത്തിന്റെ ഈ ശുപാർശ. അന്വേഷണം CBIക്ക് വിടണമെന്ന ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിൽ പോലീസ് പുതിയ കേസെടുത്തിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ രേഖ വിവാദത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിലാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് പുതിയ കേസെടുത്തത്. കേസിൽ ആരെയും പ്രതി ചേർത്തിട്ടില്ല. വ്യാജ ID കാർഡ് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി ലഭിച്ചിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ വ്യാപകമായി തെരഞ്ഞെടുപ്പ് ID കാർഡ് വ്യാജമായി നിർമ്മിച്ചതായി കണ്ടെത്തി. ഇതിൽ അന്വേഷണം വേണമെന്നായിരുന്നു കമ്മീഷന്റെ പരാതി. ഈ കാർഡുകൾ പൊതു തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന ആശങ്കയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. കേസിന്റെ ഗൗരവം കണക്കിലെടുത്താണ് നിലവിലെ അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ശുപാർശ ചെയ്തത്. വ്യാജ ID കാർഡ് ഉപയോഗിച്ചത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണെന്നും അന്വേഷണം CBIക്ക് വിടണമെന്നുമുള്ള ഹർജിയാണ് ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചത്. ഇക്കാര്യത്തിൽ DGPയോട് ഹൈക്കോടതി വിശദീകരണം തേടി. അതേസമയം ഹർജി ക്രിസ്മസ് അവധിക്ക് ശേഷം പരിഗണിക്കാൻ ഹൈക്കോടതി മാറ്റി. 24 തിരുവനന്തപുരം. ഇനി ശബരിമല വിശേഷങ്ങളിലേക്ക്. സന്നിധാനത്ത് വൻ ഭക്തജന പ്രവാഹം. തീർത്ഥാടകരുടെ ക്യൂ അപ്പാച്ചിമേട് വരെ നീണ്ടു. നിലയ്ക്കൽ മുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 15 മണിക്കൂർ ക്യൂ നിന്നാണ് ഭക്തർ ദർശനം നടത്തുന്നത്. സന്നിധാനത്ത് പുലർച്ചെ മുതൽ തീർത്ഥാടകരുടെ വൻ തിരക്കാണ്. മണിക്കൂറിൽ 4500-ലധികം പേരാണ് ഇപ്പോൾ ദർശനം നടത്തുന്നത്. ചരംകുത്തി വരെയായിരുന്ന തീർത്ഥാടകരുടെ നിര മരക്കൂട്ടവും കടന്ന് നിലവിൽ അപ്പാച്ചിമേട് വരെ എത്തി. ഇടത്താവളങ്ങളിൽ നിന്നും നിലയ്ക്കലിൽ നിന്നും വാഹനങ്ങൾ നിയന്ത്രിച്ചാണ് പമ്പയിലേക്ക് കടത്തിവിടുന്നത്. പമ്പ മുതൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതര സംസ്ഥാനത്തു നിന്നുള്ള ഭക്തർ കൂട്ടമായി എത്തുന്നുണ്ട്. നിലവിൽ ദർശനം നടത്തുന്ന ഭക്തർ വിരിവെച്ച ശേഷം സന്നിധാനത്ത് തുടരുകയാണ്. നെയ്യഭിഷേകം നടത്തി നാളെയാകും ഇവർ മലയിറങ്ങുക. മണ്ഡലപൂജ അടുത്തിരിക്കെ വരും ദിവസങ്ങളിലും തിരക്ക് വർദ്ധിക്കും. ശബരിമലയിലേക്കുള്ള തീർത്ഥാടക പ്രവാഹം തുടരുകയാണ്. അതനുസരിച്ചുള്ള നിയന്ത്രണങ്ങളും കടുപ്പിക്കുകയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ. മനു ദാമോദറിനൊപ്പം രാഹുൽ സുരേഷ്, 24 സന്നിധാനം. വിലയേറിയ താരങ്ങൾ.
IPL താരലേലത്തിൽ റെക്കോർഡ് തുകയ്ക്ക് ഓസ്ട്രേലിയൻ പേസർ മിച്ചൽ സ്റ്റാർക്കിനെ സ്വന്തമാക്കി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. 24.25 കോടി രൂപയ്ക്കാണ് താരത്തിനെ KKR സ്വന്തമാക്കിയത്. 20.5 കോടി രൂപയ്ക്ക് ഓസ്ട്രേലിയൻ നായകൻ പാറ്റ് കമിൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിലെത്തും. ന്യൂസിലാൻഡ് താരം ഡാരിൽ മിച്ചലിനെ 14 കോടി രൂപയ്ക്ക് ചെന്നൈ സൂപ്പർ കിങ്സ് കൂടാരത്തിലെത്തിച്ചു. IPLന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകയ്ക്കാണ് ഓസ്ട്രേലിയൻ ഇടംകയ്യൻ പേസർ മിച്ചൽ സ്റ്റാർക്കിനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിലെത്തിച്ചത്. 24.75 കോടി രൂപയാണ് താരത്തിനായി ടീം ചിലവഴിച്ചത്. അത്യന്തം നാടകീയമായിരുന്നു മിച്ചൽ സ്റ്റാർക്കിന് വേണ്ടിയുള്ള ലേലം വിളി. 2 കോടി രൂപ അടിസ്ഥാന വിലയുള്ള സ്റ്റാർക്കിനായി ഡൽഹി ക്യാപിറ്റൽസും മുംബൈ ഇന്ത്യൻസുമാണ് ആദ്യം മുതൽ രംഗത്തുണ്ടായിരുന്നത്. താരത്തിന്റെ വില 9 കോടി കടന്നതോടെ ഡൽഹി പിന്മാറി. എന്നാൽ കൊൽക്കത്ത താരത്തിനായി രംഗത്തെത്തി. താരത്തിന്റെ മൂല്യം 4 ഇരട്ടി കടന്നതോടെ മുംബൈയും കളമൊഴിഞ്ഞു. പിന്നാലെ ഗുജറാത്തും കൊൽക്കത്തയും തമ്മിലായി ലേലം വിളി. സൺറൈസേഴ്സ് ഹൈദരാബാദ് 20.50 കോടി സ്വന്തമാക്കിയ പാറ്റ് കമ്മിൻസിന്റെ റെക്കോർഡിന് 1 മണിക്കൂറിൽ താഴെ മാത്രമായിരുന്നു ആയുസ്. ന്യൂസിലൻഡ് താരം ഡാരിൽ മിച്ചലിനെ 14 കോടി രൂപയ്ക്ക് ചെന്നൈ സൂപ്പർ കിങ്സ് സ്വന്തമാക്കി. 11.75 കോടി രൂപയ്ക്ക് പഞ്ചാബ് കിങ്സ് സ്വന്തമാക്കിയ ഹർഷൽ പട്ടേലാണ് ഇന്ത്യൻ താരങ്ങളിൽ ഉയർന്ന മൂല്യം സ്വന്തമാക്കിയത്. 2 കോടി രൂപ അടിസ്ഥാന വിലയുണ്ടായിരുന്ന ഓസ്ട്രേലിയൻ ഓപ്പണർ ഡ്രാവിസ് ഹെഡിനെ സൺറൈസേഴ്സ് ടീമിലെത്തിച്ചത് 6.80 കോടി രൂപയ്ക്ക്. റജിൻ രവീന്ദ്രയെ 1.80 കോടി രൂപയ്ക്ക് ചെന്നൈയും ജെറാൾഡ് കോട്സിയെ 5 കോടി രൂപയ്ക്ക് മുംബൈ ഇന്ത്യൻസും സ്വന്തമാക്കി. സ്പോർട്സ് ടീം 24. വാർത്താമഴ തുടരുന്നു. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനമുണ്ടെങ്കിലും ആശങ്കയുടെ സാഹചര്യമില്ലെന്ന് ആരോഗ്യ വകുപ്പ്. കോവിഡ് ബാധിതർക്ക് ആശുപത്രികൾ പ്രത്യേക സൗകര്യമൊരുക്കണമെന്ന് ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചു. ആശുപത്രികളിൽ എത്തുന്ന രോഗികളും ജീവനക്കാരും മാസ്ക് ധരിക്കണം. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്ന സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം വിലയിരുത്തി. ആശങ്കയുടെ സാഹചര്യമില്ലെന്നാണ് വിലയിരുത്തൽ. കോവിഡ് പ്രതിരോധം കാര്യക്ഷമമാക്കാൻ ആശുപത്രികൾക്ക് യോഗം പ്രത്യേക നിർദ്ദേശം നൽകി. ഗുരുതരമല്ലാത്ത കോവിഡ് രോഗികളെ മെഡിക്കൽ കോളേജിലേക്ക് അയക്കാതെ ജില്ലകളിൽ തന്നെ ചികിത്സിക്കണം. ജില്ലകളിൽ ഇതിനായി നിശ്ചിത കിടക്കകൾ മാറ്റിവെക്കണം. ഡയാലിസിസ് രോഗികൾക്ക് കോവിഡ് ബാധിച്ചാൽ ഡയാലിസിസ് മുടങ്ങാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോവിഡ് രോഗലക്ഷണമുള്ളവർക്ക് മാത്രം കോവിഡ് പരിശോധന നടത്തുന്നതാണ് അഭികാമ്യം. ഗുരുതര രോഗമുള്ളവർ, പ്രായമായവർ, ഗർഭിണികൾ എന്നിവർക്ക് പ്രത്യേക പരിഗണന നൽകും. കോവിഡ് പോസിറ്റീവായാൽ അതേ ആശുപത്രിയിൽ തന്നെ ചികിത്സ ഉറപ്പാക്കണം. ആശുപത്രി ജീവനക്കാരും ആശുപത്രിയിലെത്തുന്നവരും കൃത്യമായി മാസ്ക് ധരിക്കണം. ഗുരുതര രോഗമുള്ളവരും ഗർഭിണികളും ഇക്കാര്യത്തിൽ പ്രത്യേക ജാഗ്രത പുലർത്തണം. പരിശോധനാ ഫലം ലഭിച്ചതിൽ സംസ്ഥാനത്ത് ഒരു സാമ്പിളിൽ മാത്രമാണ് JN1 ഒമിക്രോൺ വകഭേദം സ്ഥിരീകരിച്ചതെന്നും ആ വ്യക്തിക്ക് രോഗം ഭേദമായതായും ആരോഗ്യവകുപ്പ് അറിയിച്ചു. 24 തിരുവനന്തപുരം. കാസർഗോഡ് കൊതുകിനെ നശിപ്പിക്കുന്ന ദ്രാവകം ഉള്ളിൽ ചെന്ന് 1.5 വയസ്സുകാരി മരിച്ചു. കല്ലൂരാവിയിലെ റംഷീദ് അൻഷിഫ ദമ്പതികളുടെ മകൾ ജസ്സയാണ് മരിച്ചത്. കളിക്കുന്നതിനിടെ ദ്രാവകം അബദ്ധത്തിൽ കുട്ടി കുടിക്കുകയായിരുന്നു. ശാരീരിക അസ്വസ്ഥത പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ഉടൻ തന്നെ കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് മംഗളൂരുവിലെ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വയനാട് വാഗേരിയിൽ പിടിയിലായ നരഭോജി കടുവയെ തൃശൂരിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെത്തിച്ചു. മുഖത്തും കൈക്കും പരിക്കേറ്റ കടുവയ്ക്ക് ചികിത്സ തുടങ്ങി. വയനാടിനെ വിറപ്പിച്ച നരഭോജി കടുവയെ 10 ദിവസം നീണ്ട ദൗത്യത്തിലൂടെയാണ് ഇന്നലെ പിടികൂടിയത്. വെടിവെച്ചു കൊല്ലണമെന്ന നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് കടുവയെ ജില്ല കടത്തിയത്. കുപ്പാടി മൃഗപരിപാലന കേന്ദ്രത്തിൽ നിന്ന് വനം വകുപ്പിന്റെ ലോറിയിലാണ് കടുവയെ രാവിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ എത്തിച്ചത്. 2 DFOമാരുടെ നേതൃത്വത്തിലുള്ള സംഘം ഒപ്പമുണ്ടായിരുന്നു. പുത്തൂരിൽ പുതിയ കടുവയ്ക്കായുള്ള സജ്ജീകരണങ്ങൾ ഇന്നലെ രാത്രി തന്നെ ഒരുക്കിയിരുന്നു. കടുവയുടെ മുഖത്ത് ചെറുതല്ലാത്ത പരുക്കുണ്ട്. ആദ്യം ചികിത്സ. ട്രീറ്റ്മെൻറ്റ് നമ്മളിപ്പോൾ വൂണ്ടിൻ്റെ ഡെപ്തും വ്യാപ്തിയും ഒക്കെ നമ്മൾ അസസ് ചെയ്യും. വൂണ്ടിൽ ഇൻഫെക്ഷനോ മാഗറ്റ് പുഴു ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കും. അതിനനുസരിച്ച് ബേസിക് ട്രീറ്റ്മെൻറ്റ് ആൻറ്റിബയോട്ടിക് തെറാപ്പി, വൂണ്ട് ക്ലീനിങ് ഇപ്പോൾ ചെയ്യും. അത് കഴിഞ്ഞ ഒരു 2 ഡേയ്സ് കഴിയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ വിശദമായ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് കിടക്കും. ഇപ്പോൾ അതിൻ്റെ സ്ട്രെസ് ഒന്ന് കഴിയുന്നവരെ നമ്മൾ ബേസിക് ട്രീറ്റ്മെൻറ്റും ബേസിക് സപ്പോർട്ടുമാണ് ഇപ്പോൾ കൊടുക്കുന്നത്. 13 വയസ്സുള്ള ആൺകടുവയെ പിന്നീട് നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. നിരീക്ഷിച്ച ശേഷം
മറ്റു നടപടികളിൽ തീരുമാനമെടുക്കും. ഡോക്ടേഴ്സിൻ്റെ ഒരു ടീമുണ്ട്, വയനാട് നിന്നുള്ള ഡോക്ടറുണ്ട്, നമ്മുടെ ഡോക്ടറുണ്ട്. അതിനെ സ്ക്വീസ് കേജിലാണ് വെച്ചിരിക്കുന്നത്. 2 ഡോക്ടേഴ്സ് ഇപ്പോൾ അതിനെ ഒബ്സർവ് ചെയ്യും. എന്താണ് അതിൻ്റെ എത്രത്തോളം വൂണ്ട് ഉണ്ട്, അതിൻ്റെ അസസ്മെൻറ്റ് ചെയ്ത ശേഷം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾസ് ഡോക്ടേഴ്സ് വർക്കൗട്ട് ചെയ്യും. അതനുസരിച്ചിട്ട് കടുവേനെ നമ്മൾ ഒബ്സർവേഷനിൽ സ്ക്വീസിൽ വെച്ചിട്ട് ഒബ്സർവ് ചെയ്ത് അതിനുള്ള പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. ഒരു 3-4 ഡേയ്സ് ഡോക്ടേഴ്സ് പറഞ്ഞതാണ്. 3-4 ഡേയ്സ് ഒബ്സർവേഷനിലും ട്രീറ്റ്മെൻറ്റിലും വെച്ച ശേഷം നമ്മൾ ക്യൂബിക്കിളിലേക്ക് എൻട്രി ചെയ്യും. ദുർഗ, വൈഗ എന്നീ 2 കടുവകൾ കൂടി നിലവിൽ പുത്തൂർ മൃഗപരിപാലന കേന്ദ്രത്തിലുണ്ട്. 24 തൃശൂർ. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.